അപ്പോൾ അത്രയും പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എങ്ങനെയാണ് ഇവിടെ തങ്ങിയത്, അതിനുള്ള അവസരം? മറ്റുള്ള ഒരുമിച്ച് താമസിക്കുന്ന സുഹൃത്തുക്കളുടെ കൂടെ ഒരുമിച്ച് ചേർന്ന് അതിന് കണ്ടെത്തുന്ന ചില സമയങ്ങളും ഇതൊക്കെ ആയിട്ട് ആ പഠിച്ച് ജോലി കിട്ടുന്നത് വരെ. മാത്രമല്ല ഏതാണ്ടൊരു ബുദ്ധിമുട്ടി തന്നെ നീങ്ങി സമയങ്ങൾ. കാര്യം എൻ്റെ 3-4 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരെ വിവാഹം കഴിക്കാനുള്ള എല്ലാ സഹായങ്ങളും മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടി വന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 32ാമത്തെ വയസ്സിലേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതുവരെ സാക്രിഫൈസ് ചെയ്തു. അതെ, അത്രയും സാക്രിഫൈസ് ചെയ്തു. 32ാമത്തെ വയസ്സിൽ നമ്മൾ മാരേജ് ആയി. പിന്നെ ഒരു ഫാമിലി ലൈഫ് ആയപ്പോൾ പിന്നെ നമ്മുടെ മറ്റുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞ് സ്വന്തം ഉത്തരവാദിത്തത്തിലേക്ക് നീങ്ങി. അപ്പം ബോംബെയിൽ ജോലി ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന RCF ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ട്രാൻസ്ഫറുകളായ ഒരു ജോലി. RCF ജോലി കഴിഞ്ഞു, ഇനി വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആവണം, ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനൊരു ഡിസിഷൻ എടുത്തു. അതായത് ഈ ഗവൺമെൻറ് ജോലിയിൽ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇന്ന് ഗുജറാത്തിൽ നാളെ MP മറ്റുള്ള സ്ഥലങ്ങളിൽ കറങ്ങി നിന്നാൽ എൻ്റെ കുട്ടികളുടെ പഠിത്തത്തിന് ഇത് ശരിയായി എഫക്റ്റ് ചെയ്യും. ഞാൻ അങ്ങനെ ഈ ന്യൂ ബോംബെയിൽ തന്നെ വന്ന് 1985 ഒരു ഫാക്ടറിയിൽ, ന്യൂ ബോംബെയിൽ ഒരു ഫാക്ടറിയിൽ വന്ന് മെറ്റീരിയൽസ് ഡിവിഷനിൽ തന്നെ മെറ്റീരിയൽസ് ഓഫീസറായിട്ട് തന്നെ അവിടെ ഒരു ജോലി, അതായത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ അഡ്വർടൈസ്മെൻറ്റ് കൂടെ ഞാൻ അന്വേഷിച്ച് തേടിയെടുത്തു. അപ്പോൾ തന്നെ 85. അപ്പോൾ സാർ വിവാഹം കഴിഞ്ഞു? വിവാഹം കഴിഞ്ഞു, ഒരു കൊച്ചു കുട്ടിയായി. അപ്പോൾ ആ കുട്ടിയുടെ ഫ്യൂച്ചർ അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ പുറത്തോട്ട് പോകാതിരിക്കാനുള്ള ഇത് ചെയ്തത്. കാര്യം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയാൽ ഗുജറാത്തി പഠിക്കണം, വേറെടുത്ത് പോയാൽ ഇത് പഠിക്കണം, മറ്റൊരു കാര്യത്തിൽ പോയാൽ കുറച്ച് നമുക്ക് സ്ഥലങ്ങളും കാര്യങ്ങളും കാണാമെന്ന് വെച്ചാൽ ഒരുപാട് നഷ്ടം പേഴ്സണൽ ലൈഫിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തത്. കുടുംബം ഇവിടെ തന്നെയാണ്? കുടുംബം ഇവിടെ തന്നെ. എന്നിട്ട് അന്ന് വരെയുള്ള സമ്പാദ്യങ്ങളെല്ലാം കൂടെ ഒത്തുചേർത്ത് കുറച്ച് ബുദ്ധിമുട്ടി സ്വന്തമായിട്ട് 1985 ഈ നെരൂൾ ന്യൂ ബോംബെയിൽ ഒരു വീട് സിഡ്കോയിൽ നിന്ന് സ്വന്തമാക്കി. സ്വന്തമായിട്ട് വാങ്ങി അതിരുന്നതിന് ശേഷം അതിൽ നടന്നു. കുട്ടികളൊക്കെ പഠിച്ചു. 6, 7, 8, 10 ഒക്കെ ആയിട്ട് പഠിച്ചു വന്നപ്പോഴാണ് വീണ്ടും ആവശ്യങ്ങൾ കൂടി വരുന്നത്. പക്ഷേ അന്നേ ബോംബെയിൽ വരുന്നപ്പോൾ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം. ആ ഒരു ബിസിനസ് എന്നുള്ള ഒരു മൈൻഡ് ഒരു ചെറിയൊരു ഉള്ളിൽ അന്ന് മുതലേ ഉണ്ടായിരുന്നു. നമുക്കിത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു കര നേടണം. കാര്യം എൻ്റെ അച്ഛൻ അക്കൗണ്ടൻ്റ് ആയിരുന്നു. അച്ഛൻ്റെ അച്ഛൻ ഫോറസ്റ്റ് സൂപ്രണ്ടൻ്റ് ആയിരുന്നു. ഇവരെല്ലാം ജോലി ചെയ്ത് തന്നെ. അപ്പം ഞാനൊരു ബിസിനസ് ചെയ്യാൻ തന്നെ എൻ്റെ അച്ഛനോ മറ്റുള്ളവരോ എന്നെ ഉത്തേജനം തരില്ല. കാരണം ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊട്ടുന്ന ഒരു സാധനം എന്ന ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അത് വളരെ ചങ്കൂറ്റത്തോടു കൂടി ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ വൈഫിൻ്റെ പേരിൽ AV ഇൻഡസ്ട്രിയൽ പ്ലാസ്റ്റിക് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. 89 തുടങ്ങി. ശരിക്കും വൈഫ് എന്ന് പറഞ്ഞാൽ വൈഫിന് അത്ര വലിയ വിദ്യാഭ്യാസം, സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞൊന്നുമില്ല. ടീച്ചറായ വിജയലക്ഷ്മി. എവിടെയാണ് സ്വദേശം? സ്വദേശം പട്ടം, തിരുവനന്തപുരത്ത്. പട്ടം തിരുവനന്തപുരത്ത് തന്നെയാണ്. അവര് ടീച്ചറായിരുന്നു. ഇവിടെ വന്നപ്പോൾ മറ്റു ഉദ്യോഗസ്ഥനൊന്നും നമ്മൾ ശ്രമിച്ചില്ല. ഒരു ടീച്ചറുടെ ഒക്കെ അന്നത്തെ ശമ്പളം നമുക്കൊരു ഫാമിലി നമ്മളിൽ ഒതുങ്ങുന്ന, നമ്മൾ പറഞ്ഞാൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫാമിലി ലൈഫ് മുമ്പോട്ട് പോകണമെന്ന് അന്ന് മുതലേ ഇതുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രൊപ്പറേറ്ററായിട്ട് വൈഫിനെ തന്നെ നിയമിച്ചു. അതിൻ്റെ പ്രൊപ്പറേറ്റർ. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഒരു ശമ്പളക്കാരൻ, നല്ലൊരു ശമ്പളക്കാരനാണെങ്കിൽ തന്നെയും എന്നെക്കാട്ടിൽ മുമ്പേ ഇൻകം ടാക്സ് പേ ചെയ്യുന്നത് എൻ്റെ വൈഫായിരുന്നു, വീട്ടിലിരുന്നുകൊണ്ട്. പക്ഷെ അതിൻ്റെ ഇൻകം ഞാൻ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു കമ്പനി അന്ന് തുടങ്ങി. ആ കമ്പനി കുറേശ്ശെ ഒരു 5 വർഷം ഞാൻ ജോലിയും ഇതും കൂടെ കൊണ്ടു നടന്നു. അന്നുണ്ടായിരുന്ന പല വർക്കേഴ്സും എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യും, എപ്പോഴും ഉണ്ട്. അന്ന് 1-2 ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ഞാൻ രാവിലെ സ്കൂട്ടർ എടുത്തുകൊണ്ട് കമ്പനിയിൽ പോവും. കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നോക്കി. പക്ഷേ ഇടയ്ക്ക് വെച്ച് വരാവുന്നുണ്ടെങ്കിൽ ഒന്ന് വരും. ബോംബെ തന്നെ, ന്യൂ ബോംബെ തന്നെയാണ്. ഞാൻ അന്ന് KWH പൈപ്പ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് ഒരു ഫോറിൻ കമ്പനിയിലായിരുന്നു.
അപ്പോൾ അവിടെ കമ്പനിയിൽ അന്നും കമ്പനിയുടെ യാതൊരു ജോലിക്കോ മറ്റുള്ള വീഴ്ചകളോ യാതൊന്നും വരുന്നിട്ടില്ല, അവർക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ അവസാനം ഒരു ടെൻഡർ, ഒരു പണി ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ഇത് ചെയ്യേണ്ടതായിട്ട് വന്നു. ഞങ്ങളെടുത്ത ഒരു ടെൻഡറിൽ തന്നെ അവരും കോട്ട് ചെയ്തു. അവസാനം ആ പണി ഞാൻ ചെയ്തു എന്ന് കമ്പനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ പറഞ്ഞു ഇനിയിപ്പം നമ്മളെന്താന്ന് വെച്ചാൽ ഓക്കെ, കമ്പനിയിൽ നിന്നുകൊണ്ട് സാറ് സ്വന്തം കമ്പനിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, ബിസിനസ്സായിട്ട് നടത്തുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരത് റിസൈൻ ചെയ്യണം, ഒന്നീ ജോലി അല്ലെങ്കിൽ മറ്റേത് ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അത് ജോലി കാട്ടി അന്ന് ബിസിനസ് ഏതാണ്ട് ഒരുമാതിരിയൊക്കെ ആയി വരുന്നൊരു സമയമായി. അന്ന് ആ ജോലി ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് എൻ്റെ കുട്ടികളൊന്നും ഈ നിലയിലാകില്ലായിരുന്നു. അന്ന് ആ ഒരു ബുദ്ധി തോന്നി, ബിസിനസ്, രണ്ട് ബിസിനസ്സും ഇതും കൂടെ തുടങ്ങി അത് ഇന്നത്തെ ഈ രീതിയിലൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റാൻ കഴിഞ്ഞത് കൊണ്ടാണ് ഈ ഒരു ഇത് സാറ് നിൽക്കുന്നത്. ഇന്ന് എൻ്റെ മൂത്ത മകനെ അവൻ കെമിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് MBA കഴിഞ്ഞു. ഇന്നിപ്പം സിറ്റി ഫൈനാൻസിലെ മാനേജർ പോസ്റ്റിലാണ് ഇവിടെ. നല്ല ശമ്പളമുണ്ട്. അവൻ്റെ മിസ്സസും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സാണ്. അവർക്കും അവിടെ ഒരു കോളേജിൽ ലെക്ചററുടെ ജോലി കിട്ടി. കല്യാണം കഴിഞ്ഞു. മലയാളി തന്നെയാണ്. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന പിള്ള തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മകനെ അവനെ SSC കഴിഞ്ഞപ്പോൾ അവൻ ഈ 12 SSLCക്ക് മുമ്പ് തന്നെ രണ്ടാമത്തെ മകൻ എവിടെ എപ്പോഴാ ജനിച്ചതെന്ന് പറയുന്നത്? രണ്ടാമത്തെ മകൻ ജനിക്കുന്നത് 1988-ലാണ്. അപ്പോൾ സാറ് ഏകദേശം നല്ലൊരു ഒരു ബിസിനസിന്റെ എത്തി, ശകല ബിസിനസിന്റെ ഇതിൽ തുടങ്ങുന്ന പരിപാടി ഈ 88 എന്ന് പറയുന്നത്. 81-ലാണ് ആദ്യത്തെ മകൻ ജനിക്കുന്നത്. അന്ന് ഞാൻ RCF-ൽ ജോലി ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ന്യൂ ബോംബെ വന്ന് 85-ൽ വീടെടുത്തു ഒരു 1989-ലാണ് ഞാൻ ബിസിനസ് ആരംഭിക്കുന്നത്. ബിസിനസ് ആരംഭിച്ചിങ്ങനെ വരുമ്പോഴാണ് രണ്ടാമത്തെ മകൻ്റെ ജന്മം. രണ്ടാമത്തെ മകൻ അവൻ്റെ 11ഉം 12ഉം പഠിക്കുന്നതിന് കുറച്ച് പിന്നോക്കം കാണിച്ചപ്പോൾ ഞാനത് അവനെ ഡിപ്ലോമയ്ക്ക് വിട്ടു. 4 വർഷത്തെ ഡിപ്ലോമ ഭാരതരത്നയിൽ ഇവിടെ ന്യൂ ബോംബെയിൽ നല്ലൊരു മിഷൻ കോളേജാണ്. അവിടെ ഡിപ്ലോമയ്ക്ക് എറക്ഷൻ ആൻഡ് ഫാബ്രിക്കേഷൻ ആൻഡ് എറക്ഷൻ എഞ്ചിനീയറിങ്ങിന് ചേർത്തു. അത് പാസ്സായി കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഇതല്ലേ ഇന്നത്തെ, മറ്റുള്ള കുട്ടികൾ ഏത് രീതിയിൽ പോകുന്നു, അവർക്കുള്ള ഡിഗ്രി വേണം. മാത്രമല്ല മൂത്ത ആളിന് ഡിഗ്രി ഉണ്ട്, അവന് മാസ്റ്റർ ഡിഗ്രിയുമായി. അപ്പോൾ ഇയാൾക്ക് ഡിഗ്രിക്ക് ഒരു കുറവുണ്ട്, തന്നെത്താൻ ഇതായി. അങ്ങനെ എനിക്കും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് നമ്മുടെ മലയാളികളുടെ ഒരു കോളേജിൽ തന്നെയാണ് ഇവിടെ ഒരു പിള്ളേഴ്സ് കോളേജ് എന്ന് പറഞ്ഞൊരു പനവേലിലൊരു പിള്ളേഴ്സ് കോളേജുണ്ട്. അവിടെ ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ എടുത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചേർത്തു. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏതാണ്ട് കഴിഞ്ഞ് ഇനി ഒരാഴ്ച കഴിയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയായി പുറത്തു വരും. ഇതിന് ശേഷമായിരിക്കും എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുക. പക്ഷെ എങ്കിൽ തന്നെയും ഇന്നും എന്നെ ബിസിനസ്സിൽ സഹായിക്കുന്ന എൻ്റെ വൈഫ് പേപ്പർ ഫയൽ ചെയ്യുന്നതായാലും മറ്റുള്ള കാര്യങ്ങളായാലും കോണ്ടാക്ട് ചെയ്യുന്നതായാലും നമ്പർ എടുക്കുന്നതിന് എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കുന്നുണ്ട്. എൻ്റെ മകൻ ഇന്ന് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അവനും ആവുന്ന ഡ്രോയിങ് വരയ്ക്കുകയോ മറ്റു ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാവുന്ന മൂത്ത മകന് ഉള്ള സ്പെയർ ടൈമിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇളയ മകനും അതുപോലെ തന്നെ പഠിത്തത്തിനിടയ്ക്ക് അവനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാറ്റർഡേ സൺഡേ ഒക്കെ ഇവിടെ വന്നും അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതാണ് എൻ്റെ ഒരു നേട്ടം. എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടൊരു വലിയൊരു നേട്ടം അതാണ്. അതായത് എന്നെ അനുസരിക്കുന്ന ഒരു ഫാമിലി കിട്ടി. കുടുംബം ഛിന്നഭിന്നമായി പോകാതെ എല്ലാവരും ഒരുമിച്ച് ഒരേ കുടക്കീഴിൽ ഇന്നും